അങ്ങനെ ഗ്രീസിലെ ആഥൻസിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അക്രോപോളിസ് കാണുവാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദീന ദേവിയുടെ പേരിലുള്ള ഈ ഒരു നഗരം വളരെ സൂപ്പർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഭയങ്കര ട്രാഫിക്കാണ്, അത്രയും ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ. അക്രോപോളിസ് കാണുന്നതിനുള്ള ടിക്കറ്റാണ് ഈ ടിക്കറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അക്രോപോളിസിൽ കയറാൻ പോകുന്നത്. നമ്മൾ കയറാനുള്ള ടൈമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ടൈമിന് തന്നെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അക്രോപോളിസിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് താഴെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. കുറേ ഭാഗങ്ങളിലൊക്കെ റിനോവേഷൻ നടക്കുന്നുണ്ട്. നമുക്കൊരുപാട് കയറ്റം കയറിയിട്ട് മുകളിലോട്ട് കുറേ സ്റ്റെപ്പുകളുണ്ട്. അത് കയറിയിട്ട് വേണം ഈ ഒരു ഗ്രീക്ക് ടെമ്പിളിലെത്താൻ. സൈഡിലായിട്ട് ഇരുവശവും ഒലീവ് ട്രീകളാണ്, കംപ്ലീറ്റ് ഒലീവാണ്. അപ്പോൾ ടിക്കറ്റ് കാണിക്കാനുള്ള സ്ഥലമാണ് ഇവിടെ. ടിക്കറ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളോട്ട് കയറാൻ. വലിയൊരു കയറ്റമായിരുന്നു. കയറി ഇവിടെ എത്തിയപ്പോഴേക്ക് ക്ഷീണിച്ചു. ആണ് നമ്മുടെ എൻട്രി. ഈ ഒരു ടെമ്പിളിന് ചുറ്റപ്പെട്ടിട്ടാണ് ഈ ഒരു നഗരം തന്നെ ഫോം ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിന് മുൻപാണ് ഈ ഒരു ടെമ്പിളും അദീനാദേവിയുടെ ടെമ്പിളും എല്ലാം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭത്തിൽ ഇതൊക്കെ നശിപ്പിക്കപ്പെടുകയും അതിനുശേഷം ക്രിസ്ത്യൻ ചർച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരികയുണ്ടായി. ഗ്രീക്ക് നഗരം അദീന ഏഥൻസ് എന്ന നഗരം നമുക്ക് ഇവിടുന്ന് കാണാം. ഈ ഒരു ടെമ്പിളിന് ചുറ്റപ്പെട്ട് കിടക്കുകയാണിത്. ഈ ഒരു മലയുടെ മുകളിലായിട്ടാണ് അക്രോപോളിസ് സ്ഥാപിച്ചിരിക്കുന്നത്. ചുറ്റിലും ഏഥൻസ് നഗരം പരന്ന് കിടക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ ഏഥൻസ് നഗരമാണ്. അതിന് നടുവിൽ തലയുയർത്തി നിൽക്കുകയാണ് അക്രോപോളിസ്. ഇവിടെ വലിയൊരു സ്റ്റേഡിയം നിർമ്മിച്ചതായിട്ട് കാണാം. പാനാത്തനിക് സ്റ്റേഡിയമാണ് താഴെ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക്. ഇതിന് മുകളിലോട്ട് കയറാൻ പോവുകയാണ്. വലിയ പാറക്കെട്ടാണ്. അതിന് മുകളിലാണ് ഈ ഒരു നഗരം സ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെ നടന്ന് അതിമനോഹരമായിട്ടുള്ള പഴയ കാലത്തിലെ അക്രോപോളിസിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അനേക സഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച ഈ ഒരു അക്രോപോളിസിൻ്റെ കെട്ടിടം കാണാൻ ഇതെപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി തന്നെയാണ് അക്രോപോളിസ്. അതിഭയങ്കരൻ കൽത്തൂണുകളിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഒറ്റ കല്ലുകൾ വിവിധ പീസുകളാക്കി വെച്ചുകൊണ്ടാണ് ഇത് മുകളിലോട്ട് പടുത്തുയർത്തിയിരിക്കുന്നത്. ഓരോ വ്യത്യസ്ത പീസുകൾ റൗണ്ടിൽ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് അദീനാദേവിയുടെ ടെമ്പിൾ ഉൾപ്പെടുന്ന അനേക സമുച്ചയങ്ങളാണ്, ക്ഷേത്ര സമുച്ചയങ്ങളാണ് ഇതിന് മുകളിലായിട്ടുള്ളത്. സഞ്ചാരികളുടെ ഒരു തിരക്ക് തന്നെയാണ് ഇവിടെ. പല ദേശത്തു നിന്നും പല ഭാഷകളിൽ നിന്നുള്ള ആളുകൾ എക്സ്പ്ലോർ ചെയ്യാനായി എത്തിയിരിക്കുകയാണ്.
ഇവിടുത്തെ പ്രശ്നം വളരെ മിനുസമേറിയിട്ടുള്ള മാർബിൾ കല്ലുകളാണ്. ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വഴുക്കി വീഴും. എല്ലാവരും ഫോട്ടോ എടുപ്പിൻ്റെ തിരക്കിലാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തമായിട്ട് ആഥൻസ് സിറ്റി നമുക്ക് കാണാം. ഓ, എത്ര എങ്ങാനും പരന്ന് കിടക്കുന്ന ഒരു സിറ്റിയാണ് നോക്കുക. അതിമനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിരുന്ന ഒരു ടെമ്പിൾ സമുച്ചയം തന്നെയാണ് അക്രോപോളിസ്. ഏഥൻസ് നഗരത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്നത്. ഓ, എത്രയോ വലിയ സിറ്റിയാണ്. വലിയ പകിട്ടൊന്നുമില്ലാത്ത സിറ്റിയാണ് ഏഥൻസ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ വലിയ പകിട്ടൊന്നുമില്ല, പക്ഷേ അത്രയും ജനങ്ങൾ വസിക്കുന്ന, നമ്മുടെ മുംബൈയൊക്കെ പോലെ തന്നെ അത്രയും ജനങ്ങൾ വസിക്കുന്ന ഒരു യൂറോപ്യൻ നഗരം ഇത് ഏഥൻസ് തന്നെയായിരിക്കും. ഗ്രീസിൻ്റെ ഒരു ഫ്ലാഗ് ഇവിടെ പാറി കളിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഒരു കാഴ്ച കാണാനായിട്ട് ഒരു മണ്ഡപം കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. കെട്ടിയുണ്ടാക്കിയതല്ല, അത് പഴയ കാലത്തുള്ളത് തന്നെയാണ്. അതിലേക്കൊന്ന് കയറി നോക്കാം. അതിൽ ഗ്രീസിൻ്റെ ഫ്ലാഗൊക്കെ ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഗ്രീസിനെ, ഏഥൻസിനെ മനോഹരമായിട്ട് കാണാം. ഇവിടെ എല്ലാം ഫോട്ടോ എടുക്കുന്ന ആളുകളുടെ ഗംഭീര തിരക്കാണ്. നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് ഞാനും കുറേ ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു, ഒന്നും കുറച്ചില്ല. അങ്ങനെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അക്രോപോളിസിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. Quei pennacchini, quel cappello, quella chioma, quell'aria brillante. Non vedrai farfallone amoroso, notte giorno di torno girando, delle belle turbando a riposo, narcisetto a dolcino d'amor, delle belle turbando a riposo. പാനാഥാനിക് സ്റ്റേഡിയത്തിന് മുമ്പിലായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഇതൊരു മൾട്ടിപർപ്പസ് സ്റ്റേഡിയമാണ്. ഗ്രീസിലെ പ്രധാന ചരിത്ര ആകർഷണങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. പൂർണ്ണമായി മാർബിളിൽ നിർമ്മിച്ചൊരു സ്റ്റേഡിയമാണിത്. ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ആതിഥ്യം അരുളിയിട്ടുണ്ട് ഈ സ്റ്റേഡിയം. 50,000-ഓളം ഇരിപ്പിടങ്ങളുണ്ട് ഇവിടെ. 1869 ഇത് കുഴിച്ചെടുക്കപ്പെടുകയായിരുന്നു. 30 BC-യിലായിരുന്നു ഈ ഒരു സ്റ്റേഡിയം നിർമ്മിച്ചത്. പിന്നെ അത് കാലഹരണപ്പെട്ടു പോയെങ്കിലും 1869 ഇത് കുഴിച്ചെടുക്കുകയും 1870-ലും 75-ലും
സപ്പാസ് ഒളിമ്പിക്സിന് ആതിഥ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. 1896 ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന സമാപന ചടങ്ങുകൾക്കും ഇത് വേദിയായിട്ടുണ്ട്. സ്റ്റേഡിയവും അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സിറ്റിയുടെ ഒരു ഭാഗത്തായിട്ടാണുള്ളത് ഏതൻസിലെ. ഒളിമ്പിക്സ് ഇപ്പം നടക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ദീപശിഖ കൊളുത്തുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ദീപശിഖ പ്രയാണം ആരംഭിക്കുന്നതൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. നടന്ന ആദ്യത്തെ സ്റ്റേഡിയമാണ് ഇത് എന്നുള്ളതാണ് മോഡേൺ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. ഇപ്പോഴും ഒളിമ്പിക്സിൻ്റെ ദീപശിഖയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ലോകത്തിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു സ്റ്റേഡിയമാണിത്. BC കാലഘട്ടത്തിൽ നിർമ്മിച്ച് വീണ്ടും നശിപ്പിക്കപ്പെട്ടു പോയെങ്കിലും വീണ്ടും കുഴിച്ചെടുത്ത് പുനർനിർമ്മിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അടുത്തൊരു സെൻറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡിന്നർ കഴിക്കാനായിട്ട് കബാബാണ് വീണ്ടും നമ്മൾ ഇന്ന് നൈറ്റിൽ കഴിക്കുന്നത്. കബാബിൻ്റെ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്.